എല്ലായിടത്തും ചർച്ചയാകാറുള്ള ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന ജലബോംബ്. പൊട്ടിയൊലിച്ചു വന്നാൽ കേരളത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒന്നായി മുല്ലപ്പെരിയാർ മാറും. ശരിക്കും മുല്ലപ്പെരിയാറിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം തുടങ്ങുന്നത് 200 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു വശത്ത് പടിഞ്ഞാറോട്ട് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ ചെന്നു ചേരുന്ന പെരിയാർ നദി, മറുഭാഗത്ത് തമിഴ്നാട്ടിലൂടെ ഒഴുകി ഒടുവിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്നു ചേരുന്ന വൈഗൈ നദിയും. രണ്ട് നദികളും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. കേരളത്തിൽ പെരിയാർ നിറഞ്ഞൊഴുകി ആളുകളെ പ്രളയത്തിലാഴ്ത്തുമ്പോൾ തമിഴ്നാട്ടിൽ വേനലിൽ വറ്റിവരുളുന്ന വൈഗൈ നദിയാണ് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം ഒരു പോംവഴി എന്ന നിലയ്ക്കാണ് ഒരു ഡാം നിർമ്മിക്കാം എന്ന ആശയം ഉടലെടുക്കുന്നത്. ഇവിടെ നിന്നുമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1887, 1895 കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത്. 152 അടിയാണ് ഇതിന്റെ പൂർണ്ണ ജലസംഭരണി. ഇത് 68,558 ഹെക്ടർ പ്രദേശത്തിലെ ജലസേചന ആനുകൂല്യങ്ങൾക്കായി തമിഴ്നാട്ടിലെ വൈഗാ നദീതടത്തിലേക്ക് ഒരു ടണൽ വഴി വെള്ളം നൽകുന്നു. പെരിയാർ ജലസേചന പ്രവർത്തനങ്ങൾക്കായി തിരുവിതാംകൂർ മഹാരാജാവും ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ 1886 ഒക്ടോബർ 29 999 വർഷത്തേക്ക് പാട്ടക്കരാറുണ്ടാക്കി. 1970 മറ്റൊരു ഉടമ്പടി പ്രകാരം തമിഴ്നാടിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അനുമതി ലഭിച്ചു. 1979 പെരിയാർ അണക്കെട്ടിന്റെ കേടുപാടുകൾ സംബന്ധിച്ച് കേരള പത്രത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അന്നു മുതലേ നിരവധി പ്രശ്നങ്ങൾ ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച ജോൺ പിനിക്യൂക്ക് അന്നേ ദിവസം പറഞ്ഞിരുന്നു, 50 വർഷമാണ് ഈ ഡാമിന്റെ ആയുസ് എന്നത്. അതിനിടയിൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട്. ഡാം ഡീകമ്മീഷൻ ചെയ്ത് പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും മറ്റൊരു പുതിയ ഡാം നിർമ്മിക്കണമെന്നും ആവശ്യങ്ങൾ വന്നു തുടങ്ങി. 648 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഡാമിന്റെ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഡാമിലേക്ക് വൻതോതിൽ വെള്ളമെത്തും. ഇത് ഡാം തകർച്ചയ്ക്ക് കാരണമാകും. രണ്ടാമതായി വരുന്നത് ഡാമിന് അകത്തുകൂടിയുള്ള ചോർച്ചയാണ്. ഡാമിന്റെ സ്ട്രക്ചറിനെ തന്നെ തകർക്കുകയും അതുമൂലം ബലക്ഷയം സംഭവിച്ച് ഡാം തകരുന്നതിന് കാരണമാവുകയും ചെയ്യും എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളനുസരിച്ച് ഇപ്പോൾ ഡാമിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഡാമിന്റെ ഭിത്തികളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട്, വളവ് വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ പെരിയാർ തീരവാസികൾക്കുള്ള ആശങ്ക മുൻനിർത്തി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്ന സംഘടനകൾ വീണ്ടും രംഗത്തെത്തുകയാണ്. മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ അടി ഉയരത്തിലാണ്. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും 129 വർഷത്തെ ചെളിയും വാഹനങ്ങൾ, ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും. ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല. ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല, കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകും.